സഹസൈനികരും ഐസിസ് പോരാളികളും യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനു മുമ്പ് ഒരേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കണ്ടതിന്റെ ഫലമായുണ്ടായ വ്യക്തിപരമായ ആത്മീയ അന്വേഷണത്തിനു ശേഷം മിഡിൽ ഈസ്റ്റിലെ ഒരു പട്ടാളക്കാരൻ ക്രിസ്തുമതം സ്വീകരിച്ചു. വൈരുദ്ധ്യത്തിൽ അസ്വസ്ഥനായ സൈനികൻ മതപരമായ ചർച്ചകളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും ഉത്തരങ്ങൾ തേടാൻ തുടങ്ങി. ഒരു സഹപട്ടാളക്കാരൻ അദ്ദേഹത്തിനൊരു ബൈബിൾ നൽകി. അത് വായിക്കാൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ യാത്ര ഒരു നിർണായക വഴിത്തിരിവായി. പ്രദേശത്ത് ക്രിസ്തീയ തിരുവെഴുത്ത് സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും പട്ടാളക്കാരൻ ബൈബിൾ സ്വീകരിച്ച് സമാധാനബോധം അനുഭവിച്ചതായി റിപ്പോർട്ട് ചെയ്തു. പിന്നീട് അദ്ദേഹം ഒരു ചെറിയ പ്രാദേശിക പള്ളി സന്ദർശിച്ചു. അവർ അദ്ദേഹത്തെ ഊഷ്മളമായി സ്വീകരിച്ചു. ഒടുവിൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. വിശ്വാസികൾക്ക് ഏറ്റവും അപകടകരമായ പ്രദേശങ്ങളിലൊന്നായ ഒരു ഭൂഗർഭ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഭാഗമാണ് മുൻ പട്ടാളക്കാരൻ ഇപ്പോൾ. ആയിരക്കണക്കിന് ക്രിസ്തീയ തിരുവെഴുത്തുകളിലേക്ക് പ്രവേശനം നേടുന്ന മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള വിശാലമായ ഒരു പ്രസ്ഥാനത്തെ അദ്ദേഹത്തിന്റെ കഥ പ്രതിഫലിപ്പിക്കുന്നു. സമീപകാല വിതരണ ശ്രമങ്ങൾ 21,000-ലധികം കുർദിഷ് വിശ്വാസികൾക്കും അന്വേഷകർക്കും അച്ചടിച്ച പുതിയ നിയമങ്ങളും ഓഡിയോ ഉറവിടങ്ങളും ഉൾപ്പെടെ സ്വന്തം ഭാഷയിൽ ബൈബിളുകൾ നൽകാൻ സാധിച്ചു. ഈ സമൂഹങ്ങളിലെ പലർക്കും തുടർച്ചയായ പീഡനങ്ങൾക്കിടയിൽ തിരുവെഴുത്തുകളിലേക്കുള്ള പ്രവേശനം ശക്തിയുടെയും പ്രത്യാശയുടെയും ഉറവിടമായി കാണപ്പെടുന്നു.